നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രെയറാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രെയർ. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് പഠിച്ച് വളർന്ന് ഒരു ബുക്ക് നോക്കാതെ നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥനയാണോ പ്രാപ്പാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാര്യം നമ്മളുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഇല്ല, ദൈവത്തിനാണ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഹെൽപ്ലെസ് ആണ്, എന്നെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കിതൊക്കെ നീ ചെയ്തു തരണം എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അവിടെ നമ്മൾ നിസ്സഹായരാണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ദൈവം ഇങ്ങോട്ട് ചെയ്തു തരേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നത്. അതാണ് പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. യേശു ഇവിടെ ട്രാപ്പ് പോലെ പറയുന്നൊരു അവസാനത്തെ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് വല്ലാത്ത ട്രാപ്പാണ്. നമ്മൾ ക്ഷമിച്ചാലേ നമ്മളൊന്ന് ക്ഷമിക്കുകയുള്ളൂ. ഇതൊരു സൈക്കിൾ പ്രോസസ്സാണ്. ഞാൻ എൻ്റെ സഹോദരന് ക്ഷമിച്ചാൽ മുകളിലിരിക്കുന്ന അപ്പൻ എന്നോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചാൽ മതിയെന്ന് നമ്മൾ പറയുന്ന പ്രയറാണ് സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ഭൂമിയിലെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത്. അത് ഈ പ്രയറാണ്. അതാണ് ഈ പ്രയറിൻ്റെ യുണീക്നെസ്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ ചിന്തിക്കേണ്ടത് തുടക്കത്തിൽ പറയുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ നീഡ്സാണ്. നമുക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പറയുന്നതൊക്കെ പേഴ്സണലാണ്. അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട മാത്രമാണ്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റിനോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് എന്നിൽ മാത്രം തീരില്ല. ഞാൻ ആരുടെയൊക്കെയോ മുമ്പിൽ കോപിച്ചതിൻ്റെയും വേദനിപ്പിച്ചതിൻ്റെയും കണ്ണീർ വാർത്തതിൻ്റെയൊക്കെ ഒരു കഥയുണ്ട്. അവനോട് ഞാൻ ക്ഷമിക്കാനും ഞാൻ ക്ഷമ കൊടുക്കാനും പഠിക്കുന്നിടത്ത് മാത്രം നീ എന്നെ ക്ഷമിച്ചാൽ മതി, എൻ്റെ കണ്ണുനീർ തുറച്ചാൽ മതി, എനിക്ക് ബലം തന്നാൽ മതി എന്ന് പറയുന്നതാണ് ഈ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു സഹോദരനായിട്ടുള്ള ബന്ധത്തെ കുറച്ചും കൂടി ആഴപ്പെടുത്താനും അവനെയും കൂടി ഓർക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ക്രിസ്തുവിൻ്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. തുടക്കം സ്വർഗത്തിലെ അപ്പനെ നോക്കി എൻ്റെ അപ്പ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവസാനിക്കുന്നത് സഹോദരനെ നോക്കി എൻ്റെ സഹോദര, എൻ്റെ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന പ്രയറാണിത്. ഒന്ന് കണ്ണും പൂട്ടി പറഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ഹൃദയത്തിലെവിടേക്കോ പൊറുക്കാതെ പോയ കുറേ പാവങ്ങൾ ഓർമ്മ വരും. അകന്നു പോയ ചില സ്നേഹിതരെ മനസ്സിൽ തളം കെട്ടി നിൽക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.